നഗർ റോഡ് വികസനത്തിനായി സർക്കാർ പൊന്നും വില കൊടുത്ത് ഏറ്റെടുത്ത ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. വള്ളക്കാലി ജംഗ്ഷന് സമീപം ഏറ്റെടുത്ത ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നത് തടയണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെടുന്നത്. മൂവാറ്റുപുഴ വള്ളക്കാലി ജംഗ്ഷനിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി റോട്ടറി ക്ലബിന്റെ കയ്യിൽ നിന്നും ഏറ്റെടുത്ത സ്ഥലത്ത് പാർക്കിങ്ങിനായി സൗകര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. എന്നാൽ കൊടും വളവായി നിൽക്കുന്ന വെള്ളക്കാലി ജംഗ്ഷനിൽ അപകടങ്ങളേറുന്ന സാഹചര്യമുണ്ട്. അപകടം ഒഴിവാക്കുന്നതിനായി അവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം അത്യാവശ്യമാണെന്നും പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് ബസ് സ്റ്റോപ്പ് നിർമ്മിക്കണമെന്നും ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൂടാതെ എം.എൽ.എയുടെ പഴയ ഓഫീസ് ബിൽഡിംഗ് താഴത്തെ നില മുഴുവൻ പൊളിച്ചുമാറ്റിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ള ഈ സ്ഥലത്ത് എൻട്രൻസ് ഉണ്ടാക്കിയെടുക്കുകയും അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയുമാണ് സ്വകാര്യ വ്യക്തിയുടെ ലക്ഷ്യമെന്ന് ബി.ജെ.പി. ആരോപിക്കുന്നു. നഗരവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് പണി പൂർത്തിയായപ്പോൾ പൊതുവെ പാർക്കിംഗ് എല്ലാം നഷ്ടപ്പെട്ടു. കൈവരി പിടിപ്പിച്ചതോട് കൂടിയിട്ട് ഒരു വാഹനത്തിനും കയറിപ്പോകുവാനോ ഒതുക്കിയിടുവാനോ കഴിയാത്ത സാഹചര്യമുണ്ട്. നിരന്തരമായിട്ട് അപകടം നടക്കുന്ന ഒരു വളവാണ് ഈ വള്ളക്കാലി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ പാർക്കിംഗ് സ്പേസാണ് എം.എൽ.എ. ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ബി.ജെ.പി. അത് ആരോപിക്കുന്നത് ഇപ്പോൾ ഇവിടെ എം.എൽ.എയുടെ ഒരു ഓഫീസ് നിലവിലുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങാണിത്. ആ ബിൽഡിങ്ങിൻ്റെ അടിഭാഗം മുഴുവനും പൊളിച്ച് വേറൊരു സംവിധാനത്തിലേക്ക് വരികയും ആ സംവിധാനത്തിൻ്റെ എൻട്രൻസ് ഈ ശ്രീമൂലം ക്ലബിൻ്റെ കയ്യിൽ നിന്നും ഗവൺമെൻറ് പണം കൊടുത്ത് വാങ്ങി റോഡ് വികസനത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ള സ്ഥലത്തേക്കാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ബി.ജെ.പി. ആരോപിക്കുന്നത്, അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ആരോപിക്കുന്നത്, വ്യാപകമായ അഴിമതി ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ആ ബിൽഡിങ്ങിന് എൻട്രൻസ് എന്ന് പറയുന്നത് മുമ്പിലേക്കാണ് സാധാരണഗതിയിൽ ഉണ്ടായിരുന്നത്. അതിന് വാഹന പാർക്കിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനും ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ റോഡ് പണി പൂർത്തിയായപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് വരികയും ആ ബിൽഡിങ്ങിൻ്റെ അടിഭാഗം മുഴുവൻ പൊളിച്ച് ഈ പാർക്കിംഗ് സ്പേസിൽ നിന്ന് അതിൻ്റെ അകത്തേക്ക് വാഹനങ്ങളെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുന്ന സാഹചര്യമാണുള്ളത്. അത് തികച്ചും നീതിക്ക് നിരക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിൽ ശക്തമായ പ്രതിഷേധം ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനാൽ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ള സ്ഥലം മതിൽ കെട്ടി മാറ്റിയിടണമെന്നും സ്വകാര്യ വ്യക്തികൾക്ക് പാർക്കിങ്ങിനും അവരുടെ സ്ഥലത്തേക്ക് കയറുന്നതിനായി എൻട്രൻസ് ആക്കാനുള്ള നടപടിക്കെതിരെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ബി.ജെ.പി. പ്രവർത്തകർ ആവശ്യപ്പെട്ടു. എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി. മോഹനൻ, മണ്ഡലം പ്രസിഡന്റ് ടി. ചന്ദ്രൻ, ഒ.ബി.സി. മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി അനൂപ് കെ.എസ്., ജില്ലാ വൈസ് പ്രസിഡന്റ് രഘുനാഥൻ പിള്ള എന്നിവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.